നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ മുഖം തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? നമ്മളെപ്പോഴും ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ മുമ്പ് ഒരു ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. ആ സമയത്ത് നമ്മുടെ മുഖത്തേക്ക് അതൊരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കും. അപ്പോൾ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫേസിലാണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഫേസിലല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. അതല്ല ഞാൻ പറഞ്ഞത്, പാക്കുകളൊന്നും ചെയ്തിട്ടില്ല 2 ദിവസം കൊണ്ട്. നല്ല ചൂടും നല്ല വെയിലുമാണ്. കുറേ മുളക് ഉണക്കാണ്ടായിരുന്നു, മല്ലി ഉണക്കാണ്ടായിരുന്നു. നമുക്ക് ഈ ചൂട് കാലത്താണല്ലോ നമ്മുടെ പരിപാടി ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ മുഖത്തും ചുണ്ടിലും കഴുത്തിലും പറഞ്ഞില്ലേ മൊത്തം ടയനാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചുണ്ട് വല്ലാതെ അങ്ങോട്ട് കറക്കുകയും ചെയ്തു, അതുമാതിരി തന്നെ ഭയങ്കര ഡ്രൈയുമാണ്. അപ്പോൾ നമുക്ക് ചുണ്ടിന് വേണ്ടിയിട്ട് ഒന്ന് ആദ്യം ഒരു സ്ക്രബ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചുണ്ട് സ്ക്രബ് ചെയ്യാനുള്ള സാധനം എടുക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് നമുക്ക് പഞ്ചസാരയുടെ അടിയിൽ ഇങ്ങനെ നമുക്ക് ഇത്തിരി ഒരു പൊടിയായിട്ടുള്ളത് കിട്ടും. അത് നമുക്കൊരു 1/2 സ്പൂൺ പഞ്ചസാര, എണ്ണ വേണമെന്നില്ല, 1/4 സ്പൂൺ ആയാലും വെളിച്ചെണ്ണ ആയാലും മതി, അല്ലെങ്കിൽ ഒലിവ് ഓയിലോ, നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് വിളിച്ചാൽ. നമ്മുടെ വെളിച്ചെണ്ണ മതി. ഞാനിപ്പോൾ ഡ്രൈയും കൂടി ആയതുകൊണ്ടാണ് എണ്ണ ചേർക്കണത്. നമുക്കിതിലേക്കൊരു അതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഒലിവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കണം. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് ചുണ്ടിലൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചുണ്ടിലുള്ള മുരിഞ്ഞ് കിടക്കുന്നതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചുണ്ടൊന്ന് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കണം. എണ്ണയോ നെയ്യോ ഏതളിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ ആ ചുണ്ടിന് ആ ഡ്രൈനെസ്സും മാറി ചുണ്ടിനൊരു കളർ ഇപ്പോൾ തന്നെ വന്നു. വെള്ളവും ഒരു തുണി കൊണ്ടു വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ കണ്ടു നമ്മുടെ ആ തൊലി മുരിഞ്ഞ് ഉണ്ടായിരുന്നതൊക്കെ ഒന്നും ഇങ്ങോട്ട് വരികയും ചെയ്തു. ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു, അതിപ്പോൾ നല്ലൊരു സോഫ്റ്റായി. ഇപ്പോൾ നല്ല ഉണ്ട്, ആ ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഇടാൻ ആവശ്യത്തിന് നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണേ. നമുക്കൊരു 1/4 സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്തെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യണത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചുണ്ടിലിട്ട് കൊടുക്കുക. ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് അല്ല, ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങണ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ ചുണ്ടത്ത് നല്ലപോലെ ഉണങ്ങി, വലിയൽക്കൊക്കെ കുറവുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് തുടച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഈ ചുവപ്പ് കളർ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചുവപ്പ് കളറാണ്. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട് എപ്പോഴും റെഡ് കളറാവും. ഇപ്പോൾ കണ്ടു, ചുണ്ട് എൻ്റെ നല്ലപോലെ ഡാമേജ് ആയിരുന്നു. അതിപ്പോൾ നല്ലപോലെ ഒളിഞ്ഞും
എന്താ പറയുക കറുപ്പ് കളർ പിടിച്ചും അതുമാതിരി തന്നെ എന്താ പറയുക ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക ഇതൊക്കെ പോയി. ഇപ്പോൾ എനിക്ക് ആ ഒരു വേദനയൊക്കെ പോയി. എനിക്ക് നല്ല വേദനയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. തണുപ്പ് സമയത്താണ് ഇവിടെ കൂടുതൽ പൊട്ടാറ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം പൊട്ടുന്നുണ്ട്. അപ്പോൾ ദിവസവും രാത്രി ലിപ് ബാം തേച്ച് കിടക്കുന്നുണ്ടെങ്കിലും പകലൊന്നും ചെയ്യാറില്ല. ഓരോ പണിത്തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ മറക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒന്നും സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. അതിൻ്റേതായ ആ ഒരു ഡൾനെസ് എൻ്റെ മുഖത്ത് നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചുണ്ടിൻ്റെ ഞാൻ വിചാരിച്ചു ആദ്യം മാറ്റാം. ചുണ്ട് രാത്രിയിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അതാണ് ചുണ്ടത്ത് ചെയ്തത്. ഇപ്പോൾ ചുണ്ട് നല്ല അടിപൊളിയായി. ഇനി നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം വെച്ചിട്ടെങ്കിലും നമ്മൾ നമ്മുടെ ഈ ചുണ്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആവും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്ത് നോക്കും. ഇപ്പോൾ ഒരു വല്ലാത്തൊരു റെഡ് കളറാണ്, അത് വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ബീട്രൂട്ടിൻ്റെയാണ്. അത് ശരിയായിക്കോളും. നാളെ ആകുമ്പോഴേക്ക് തന്നെ ഈ റെഡ് കളറൊക്കെ പൊക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ആ ഡ്രൈനെസ് മാറാനും ചുണ്ട് മൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, ആ മൊളിഞ്ഞതിനെയൊക്കെ ഒന്ന് മാറ്റാനും ഒക്കെ സഹായിക്കും. പഞ്ചസാര ഞാൻ പൊടിക്കാതെ എടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല കോട്ടൺ വെച്ചിട്ട് നല്ലൊരു ടവൽ വെച്ചിട്ട് ഒന്ന് ഉപ്പിയതിന് ശേഷം നല്ലൊരു ലിപ് ബാം കൂടി തേച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ തീർച്ചയായും പ്രോബ്ലം ഇല്ലാത്തവരും ചെയ്യുക. കാരണം പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.